ഈ കണ്ണാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്നെ തന്നെ വന്ന് കണ്ടിരിക്കുവോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ എന്നെ ഹണിമൂണിന് കൊണ്ടുപോവോ? നിങ്ങൾ പറയുമ്പോ ഹണിമൂൺ എന്ന് പറയരുത്, പിന്നെ ദേശാടനം. അതാണ് കറക്റ്റ് കേട്ടാ. ഒറ്റയടി മൂക്കാമണ്ടൊക്കെ അവനോട് ചായകളെ കയറി. ഞാനോട് 5 മിനിറ്റ് ചില്ലോ അങ്ങ് നിന്ന് പോയി. പെരുപ്പ് മാറിയപ്പോ ഞാൻ നേരെ ചായകളെ ചെന്ന് ചോദിച്ചിട്ട് ഇറക്കി വിടണം അവനെ, എനിക്ക് ഇപ്പൊ അവനെ അടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇറക്കി വിട്ടോ? ഇല്ല, അവൻ ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്ത് പറയാ, ഇന്നലെ നടന്ന സംഭവത്തിന് ഇന്നാണോ നീ വന്ന് വിളിക്കുന്നത്? എന്താ അവിടെ ഒച്ച? എന്നെ ഒരു കൊതുക് കടിച്ചേട്ടാ. ഏട്ടന്റെ വീട്ടിൽ കൊതുകില്ലേ? ഇത്ര സുഖിപ്പിച്ച് കടിക്കുന്ന കൊതുകൊന്നും എന്റെ വീട്ടിലില്ല. എന്നെ ഗൾഫിൽ എന്താണ് ജോലി? ഇവിടെ ഉള്ള എല്ലാ ജോലിയും ഗൾഫിലുണ്ട്. ഇയാളുടെ ജോലി എന്തോന്നാ ചോദിച്ചത്? എനിക്ക് ഗൾഫിൽ പാൽ സൊസൈറ്റി ഇല്ല. ഗൾഫിലൊക്കെ പാൽ സൊസൈറ്റി ഉണ്ടോ? പിന്നെ അവിടുത്തെ പക്ഷെ മുട്ടപ്പക്സ് ആണോ? നിങ്ങളുടെ വീട്ടുകാരെന്നെ അംഗീകരിക്കോ? വീട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഈ പ്രായവും കോലം കൊണ്ട് എന്റെ അപ്പൂപ്പൻ എന്തായാലും അംഗീകരിക്കും. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഞരമ്പ് വാസം ഒന്ന് ഫസ്റ്റ് വരുന്നത് പുള്ളിയുടെ പടമല്ലേ. കുണാരനോ? അപ്പം വഴി തെറ്റിയതാ. അപ്പം വഴി തെറ്റിയോ? നിന്റെ അപ്പനെ ഞാനാണോ വഴി തെറ്റിയത്? അല്ല, എനിക്ക് വഴി തെറ്റിയതാണ്. കഴിഞ്ഞ ബർത്ത്ഡേ കേട്ടിന് വാങ്ങി തന്ന കൊമ്മപ്പാവ് എന്ത് ചേട്ടാ? ആ പുല്ല് അവിടെ എവിടെ അതിവിടെ ഉണ്ട്. നമ്മുടെ പ്രണയത്തിന്റെ സൂചകമായി ഒരു പോറൽ പോലും പറ്റാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. ഒരു പൊടി പോലും ഇല്ലാണ്ട്. ഈ അമേരിക്കയിൽ എന്തിനാ വികസിത രാജ്യം എന്ന് പറയുന്നേ? മഴ വരുമ്പോ ഈ രാജ്യം അങ്ങ് ചുരുങ്ങും, ഈ രാജ്യം അങ്ങ് വികസിക്കും. അതുകൊണ്ടാണ് വികസിത രാജ്യം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് പോയ അവിടുന്ന്. മഴക്കാലം വന്നെന്ന് തോന്നുന്നു, മാക്രിയൊക്കെ കരയുന്നുണ്ടല്ലോ. അയ്യോ, മാക്രി അറിഞ്ഞല്ല, ഞാൻ ഏട്ടാന്ന് വിളിച്ചതാ. നിങ്ങൾ എന്നെ ഏട്ടാന്ന്. നന്നായിരിക്കണ്. ഗുണ്ടയോ? അവന് ഭയങ്കര സൈസാ. ഗുണ്ടയോ? ഞാൻ അറിയാത്ത ഗുണ്ടയോ? അവൻ ആരുടെ മോനാ? ജെട്ടിയാരുടെയാ? അല്ല, ജെട്ടി എന്റെ അയ്യേ, അതല്ലെന്ന് പറഞ്ഞേ. പറഞ്ഞ കേക്ക്. ആ ചുണ്ടിനടുത്തേക്ക് ഞാനിങ്ങനെ പതിയെ വന്നിട്ട് ചോദിക്കും, ഇനി പറഞ്ഞുതരാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താ ഇഷ്ടപ്പെട്ടു? ഇഷ്ടം എന്ന് പറയുമ്പോ ഇങ്ങനെ വെച്ചില്ലെങ്കിലേ എന്റെ സെറ്റ് വലിയ തറയെ പോകും. പോട കള്ള, നിന്ന് ഞാൻ കൊല്ലുവിടാ. അവിടെയല്ലേ ഇവിടെ? എവിടെ? അപ്പൊ കണ്ണു കാണുന്നില്ലേ? From the BART train to a tour bus, still the same game except I'm pulling more slack. കാലകൈമ തുരത്താൻ മാതാവ് ഉത്തരവിട്ടിരിക്കുന്നു. എന്നിട്ട് ആ കേട്ട് കളവ് എവിടെ കാണും? അവർക്കായി അതിന്റെ മേളിൽ കാലുമേ കാലും കയറ്റിയിരുന്ന് പട്ടുസാരി കൊടുത്തിട്ട് ബാഹു നീ യുദ്ധം ചെയ്യും, ബാഹു നീ യുദ്ധം ചെയ്ത് പറഞ്ഞാൽ മതി. അയ്യോ, മാമന്റെയാ? മൊമന്റെയാണോ? മോമന്റെ അല്ല, എന്റെ മാമന്റെ ബന്യനാണെന്നത്. അതിനെ ബന്യം കീറി വെച്ചിരിക്കുന്നത് ഞാനല്ല കീറിയത്, നാട്ടുകാർ പുല്ല നെടുക വെട്ടി വളർന്ന് കീറിയതാ. ഈ ബന്യം മാത്രമേ കിട്ടിയുള്ളൂ. അതാണോ? എന്റെ വീട്ടിലൊരു മാമനുണ്ട്. മാമ മോനെ പോലെ നോക്കുന്ന ഒരു പെരുമ്പാമ്പും. ഉയ്യോ, കല്യാണത്തിന് പോയാൽ മാമൻ പാമ്പിനെ കയ്യിലിട്ടോണ്ട് കിടക്കും. സിനിമയ്ക്ക് പോയാൽ മാമൻ പാമ്പിനെ തോളിലിട്ടോണ്ട് കിടക്കും. ഇപ്പൊ പാമ്പ് മാമനെ വയറ്റിനകത്ത് ഇട്ടോണ്ട് കിടക്കും. മൂന്നാമത് കെട്ടിയല്ലേ അവൻ? ചതിയൻ. ആക്ച്വലി ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൻ കോട്ടയത്തിന് പോയി. അവൻ കൊച്ചിയിൽ പോകാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ രാജീവും കൂടെ കോട്ടയത്ത് പോയത്. കോട്ടയത്ത് നിന്നപ്പോ അവൻ അവിടെ നിൽക്കുന്നു. ഞങ്ങളെ കൈയോടെ പൊക്കി. അവൻ കൊച്ചിയിൽ പോയത്തേക്ക് ഞങ്ങളെ പൊക്കുമായിരുന്നു. ചതിയൻ. നിനക്ക് എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. എന്നിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഉള്ളത് എന്തിനാന്ന് അറിയാവോ? കൂടുതൽ തൊലിക്കല്ലേ? അല്ല, കൂടുതൽ ഒലിക്കല്ലേ വിറ്റാമിൻ. എനിക്കൊരു സുഹൃത്തുണ്ട്. ഇതിനെ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്, പക്ഷെ ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വേണ്ടാധീനത്തിന്റെ കൂടാണ്. അതായത് നല്ല ടേസ്റ്റ് ഉള്ള കോലുമുട്ടായാണ്, പക്ഷെ ക്ലോസറ്റിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എത്ര പരസ്യ കമ്പനികളാ എന്നെ മോഡലായിട്ട് വിളിച്ചിട്ടുള്ളത്? വൃത്തസാനത്തിന്റെ പരസ്യത്തിലായിരിക്കും.